ക്ലിയർ ആയിട്ട് പറ. ശരിക്കോരെ അസ്സലാമു അലൈക്കും. പോവാൻ അർജന്റ് ആയിക്കണം കേട്ടോ. കളിച്ചാൻ പോവാല്ല, അർജന്റിൽ നിൽക്കാണ്. സ്കൂള് പൂട്ടിക്കല്ലേ പറഞ്ഞോ. സ്കൂള് പൂട്ടിക്കാണ്. എന്തൊക്കെയാ എല്ലാരും വർത്താനം ചോദിച്ചോ. സുഖല്ലേ? ശരിക്കും പറയുന്നില്ല, അന്ത വിട്ട് നിൽക്കണം. കളിച്ചാൻ പോവാനല്ല, അർജന്റിലാണ് കേട്ടോ. എന്നാ പോയിക്കോ. വാലേക്കും സലാം. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോ കുഞ്ഞാവൊക്കെ വീഡിയോയിൽ വരാനൊരു മടി. കളിച്ചാൻ പോവാല്ല, അർജന്റ്. എന്തൊക്കെ നിങ്ങളൊക്കെ വർത്താനങ്ങൾ? സുഖല്ലേ? നമ്മൾ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടേ വീഡിയോ അല്ലാതെ ഇട്ടിട്ടില്ല. അപ്പോൾ ഒരു ലെങ്ത് വീഡിയോ ആയിട്ട് വന്നിക്കാണ്. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ കുഞ്ഞാവ കളിച്ചാൻ പോയിട്ടോ. ഓന് ഭയങ്കര കളിന്റെ കമ്പത്തില്ല. സ്കൂള് കൂട്ടിയത് പെരുന്നാളും കഴിഞ്ഞിട്ടേ വീഡിയോ ഇടാൻ ഒരു ഒഴിവും കിട്ടിയിട്ടില്ല കേട്ടോ. വേറൊന്നും അല്ല മക്കളെ, നമ്മളെ ബിസിനസിന്റെ തിരക്ക് കൂടി തന്നെയാണ്. ബിസിനസ് വിചാരിച്ചിട്ടാണല്ലേ നമ്മൾ മലപ്പുറം കിച്ചണക്ക് വന്നിക്കണത് തന്നെ. മലപ്പുറം കിച്ചണക്കും അതേമാതിരി സോഷ്യൽ മീഡിയക്കും ഇൻസ്റ്റാഗ്രാമക്കും ഫേസ്ബുക്കും കൂടിയും ഒക്കെ നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. മാക്സിമം അൽഹംദുലില്ലാ നമുക്ക് ഓർഡറൊക്കെ വരുന്നുണ്ട്. പിന്നെ ഡ്രസ്സിൻ്റെ വീഡിയോസ് ആയാലും ലേഹ്യത്തിൻ്റെ വീഡിയോസ് ആയാലും. അപ്പോൾ ആ സന്തോഷം നിങ്ങളോടും പറയട്ടെ. പിന്നെ ലേഹ്യത്തിൻ്റെ വീഡിയോ ഇടിയും താത്താന്ന് പറഞ്ഞിരുന്നു. വീഡിയോ ലേഹ്യം എന്തെല്ലാം ചെയ്യണമെന്നില്ല എല്ലാതും ഉണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കിയും. പിന്നെ ഒരു ദിവസം കൊണ്ടും 2 ദിവസം കൊണ്ടും എടുത്ത വീഡിയോ അല്ല. അതേപോലെ തന്നെ കുറേ ദിവസമായിട്ട് ഒരാഴ്ച മുമ്പേ തുടങ്ങിയ പണികളാണ് കേട്ടോ. ആ പണിയൊക്കെ ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. എന്നാലുള്ള നിങ്ങൾക്ക് മനസ്സിലാവുക ഞാനിതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയിരിക്കണേ, എന്തൊക്കെ ചെയ്തിരിക്കണമെന്നുള്ളത്. ഞാനിതിൽ വീഡിയോ ഇട്ടെങ്കിലുള്ള നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഇഞ്ചാക്കുന്ന ഒരു സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം നിങ്ങൾ കാണും കൂടി ചെയ്യട്ടെ വെച്ചിട്ടാണ് ഈ വീഡിയോ കേട്ടോ. പിന്നെ ഒരാളെ പൈസ നമ്മൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഗുണത്തിലും അത് തരണം തന്നെയാണ് ഞാനും തന്നെ വിചാരിക്കണം കേട്ടോ. അതിൽ ചേർക്കേണ്ട ചേരുവകളൊക്കെ അതിൻ്റെ കണക്കോളം അളവോളം അതിൻ്റെ നല്ല നല്ല ക്വാളിറ്റിയിലെ സാധനങ്ങൾ തന്നെ. പിന്നെ മാർക്കറ്റിൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സാധനമുണ്ട്, ഒറിജിനലും ഉണ്ട്, ഡ്യൂപ്ലി ഉണ്ട്. പിന്നെ ഗുണനിലവാരം ഉള്ളതും ഉണ്ട്, ഇല്ലാത്തതും ഉണ്ട്, മായം കലർന്നതും ഉണ്ട്, മായം ഇല്ലാത്തതും ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ നല്ല സാധനങ്ങൾ തന്നെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് ചെയ്തിക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളിതൊരു മരുന്നായിട്ടും ഒരു ലേഹ്യം എന്ന് പറഞ്ഞാൽ ആടുലേഹ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും ഗുണം കിട്ടുന്ന ഒരു സാധനമാണല്ലോ. നമ്മളെ ആരോഗ്യത്തിനും ബലത്തിനും കജിനും കാലിനും ബലത്തിനും ഞരമ്പിനും ബലത്തിനും നാടികൾക്ക് ബലത്തിനും അതേമാതിരി പിന്നെ പുരുഷന്മാർക്ക് ദാമ്പത്യത്തിനും എല്ലാ കാര്യത്തിനും കൂടിയും ഉൾപ്പെട്ടൊരു സാധനമാണിത്. പിന്നെ ചെറിയ കുട്ടികൾക്ക് തിന്നാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾക്ക് ഇത് കൊടുക്കലില്ല കേട്ടോ. സാധാരണ ഒരു 10-15 വയസ്സ് കഴിയാതെ ഇത് ഉപയോഗിക്കലില്ല. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് കൊടുക്കാൻ ഞാൻ പറയില്ല, ആരും കൊടുക്കണ്ട. നമുക്ക് ചെറിയ കുട്ടികൾക്കുള്ള ലേഹ്യം ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്യുന്നതനുസരിച്ച് അത് നമുക്ക് ചെയ്യണുണ്ട് കേട്ടോ. അതിൽ നമുക്ക് ഈ വലിയ മരുന്നുകളൊന്നും വരില്ല. ചെറിയ കുട്ടികൾക്ക് ഈ ലേഹം കൊടുത്തു കഴിഞ്ഞാൽ പണ്ട് ഞങ്ങളെ വല്യമ്മയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞിരുന്നു കജിൻ്റെ എല്ല് പൊട്ടിയാലൊന്നും കൂടൂല എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. എല്ലുകൾ മുറിയുക അങ്ങനത്തെ പിന്നെ കാര്യത്തിനൊക്കെ ഗതിയേടാണ് എല്ല് കൂടാനൊക്കെ എന്നൊക്കെ പറയണേക്കാം. അപ്പോൾ ഞങ്ങൾ ലേഖം കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും പിന്നെ ചെറിയ കുട്ടികൾക്കുള്ള ലേഖമായിട്ട് വേറെ ഉള്ളിയും പിന്നെ ഈത്തപ്പഴവും നട്സുകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർത്തിട്ട് കുട്ടികൾക്ക് പറ്റണ നല്ല തടിക്ക് നല്ല സാധനങ്ങൾ ചേർത്തിട്ടാണ് പിന്നെ ആ ലേഖം വരിക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓർഡർ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, നമുക്ക് അതും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓർഡർ ഇല്ലല്ലോ അതും കൂടി തന്നോളൂ കേട്ടോ. അപ്പോൾ തേങ്ങ ഇടണം എന്ന് പറഞ്ഞാണ്ട് കുറേ ദിവസമായി ഞാൻ ഈ കാക്കാനെ ഫോൺ വിളിക്കണം കേട്ടോ. ഒന്ന് വരും കാക്ക അയച്ച് 2 തെങ്ങും പൂക്കുലിയും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ തേങ്ങ ഇടാൻ ഏതായാലും ഇപ്പോൾ ഒഴിവില്ല, കുറേ ആൾ പറഞ്ഞിരിക്കണ്. അപ്പോൾ ആദ്യം പറഞ്ഞവർക്കൊക്കെ ഇട്ട് കൊടുക്കട്ടെ. എനിക്ക് ഞാൻ അർജൻറ്റായിട്ട് 2 തെങ്ങും പൂക്കുല വെട്ടിത്തരാമെന്നും പറഞ്ഞാണ്ട് അത് വെട്ടിത്തരാണ് കേട്ടോ. ഇത് ഫുള്ള് ചേർക്കാം, തണ്ടും കൂടി ചേരാം. പിന്നെ മിക്സിയിലാട്ടാതല്ലേ, മൂത്തതാണെങ്കിൽ വേവിച്ചണം. കൊത്തി ഇടിച്ച് ഇതിനാണല്ലേ ഫലം. അപ്പൊ ആളെ കിട്ടിയപ്പോ അയക്ക് വേണ്ട 2 തെങ്ങും പൂക്കലോടെ റെഡി ആയിക്കണം കേട്ടോ. ഇനി ഇതുണ്ടുള്ള പണിയൊക്കെ ലാസ്റ്റ് എടുക്കണുള്ളൂ. അപ്പൊ അതിന്റെ മുമ്പ് വേറെ പണികളുണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ നാളെ ഒരു ഷോർട്ട് വീഡിയോയിൽ ഇട്ടിക്കണ്. ഇത് നമ്മളെ രാഗി മുളപ്പിച്ചതാണ് കേട്ടോ. ഞങ്ങളവിടെ ഇതിന് രായി കോറ അങ്ങനെ പല പേരുണ്ട്. പല നാട്ടിലും പല പേരാണല്ലേ. നിങ്ങളൊക്കെ നാട്ടിൽ കൂടി എന്താ അതിന് പേരെന്നൊന്ന് പറയുന്നുണ്ട് കേട്ടോ. ചോളാണ്ടി എന്ന് പറയണോലുണ്ട്, പഞ്ഞപ്പുല്ല് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ പലയിടത്തുനിന്നും കേട്ടിക്കണ്. അപ്പോൾ നിങ്ങളൊക്കെ എന്താ അത് പറയലെന്നൊന്ന് പറയുന്നുണ്ടോ. അപ്പോൾ ഇത് ഞാൻ കഴുകി
പിന്നെ അതിൻ്റെ കല്ലും മണ്ണൊക്കെ കളഞ്ഞ് വെള്ളത്തിലിട്ട് പുതിർത്തി പിന്നെ നമ്മൾ മുളപ്പിച്ചെടുത്തതാണ് കേട്ടോ. ഇനി ഇത് വെയിലത്തിട്ട് ഉണക്കിയിട്ട് ആ പൊടിയും കൂടി ഇതിൽ ആഡ് ചെയ്യും. അതേപോലെ തന്നെ ഈ ഒരു മുളപ്പിച്ചതിൻ്റെ ഒരു ഗുണം വേറെ തന്നെയാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. മുളകൾക്ക് എന്തൊക്കെ മുളച്ച ധാന്യങ്ങൾക്കുള്ള ഗുണങ്ങൾ, അതിൻ്റെ കാൽസ്യത്തിനും പിന്നെ നമ്മളെ പല്ലിനും എല്ലിനൊക്കെ ബലം ഉണ്ടാവാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ പിന്നെ ഇതിൽ ഉൾപ്പെടുത്തുന്നത് ഈ രീതിയിൽ തന്നെ ആവട്ടെ വിചാരിച്ചിട്ട് ഞാൻ ചെയ്തിരിക്കണം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കടയിൽ നിന്ന് വേഗം മേടിച്ചിട്ട് അങ്ങനെ മില്ലൊക്കെ പൊടിച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്കിത് ചെയ്യാം. ഞാനിത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമ്മളേക്ക് ഒന്ന് പൈസ തന്ന് വാങ്ങണവർക്ക് അതിൻ്റെ ഒരു ഗുണം ഇതിന് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടിട്ടാണ് കേട്ടോ. ഇനി ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ള ധാന്യങ്ങൾ എന്തൊക്കെ അറിയോ? എള്ള്, ചാമ, നവരരി, ചതുപ്പ, ചെറിയ ജീരകം, അതേമാതിരി തേന, സൂചിക്കോതമ്പം, അതൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഒരാഴ്ച മുമ്പേ പണിയുണ്ട് എന്നുള്ളത്. ആ പണികൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ എല്ലാതും കൂടിയും ഒരു വീഡിയോ ആക്കിക്കാണ്ട് ലെങ്ത്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാനുണ്ടാവും, നിങ്ങൾക്ക് മടുപ്പ് വരും. അപ്പോൾ ഞാൻ കുറച്ചാക്കിക്കാണ്ട് ഉള്ള വീഡിയോസാണ് ലെങ്ത്ത് വീഡിയോയിൽ കൊണ്ടുവരുന്നുള്ളൂ. ഇതിൽ ഒരുപാട് സാധനങ്ങൾ ഞാൻ ഇനിയും ചേർത്തിട്ടുണ്ട്. രഹസ്യമായ കുറച്ച് കൂട്ടുകളുണ്ട്. അത് ഞാൻ ഇതിൽ പബ്ലിക് ആക്കൂല കേട്ടോ. ഒന്നും ഉണ്ടായിട്ടല്ല, എല്ലാത്തിനും ഒരു മറവാണല്ലോ. നമ്മളതായിട്ടുള്ള കൂട്ടിന് നമ്മളൊരു രഹസ്യം വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പബ്ലിക് ആക്കണില്ല. വേറെ എല്ലാതും ഇതിൽ പബ്ലിക് ആക്കുന്നുണ്ട്. കാരണം ഇത്രയും സാധനങ്ങൾ ഇതിൽ ചേരുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ. ഇനി ബാക്കിയുള്ള ഇതിൻ്റെ തുടർ വീഡിയോസ് ഞാൻ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയ സാധനങ്ങളൊക്കെ ഒന്നുണ്ട് കേട്ടോ. ഓടിച്ച് പോവാല്ലേ. ഞാൻ ലെങ്ത്ത് വീഡിയോയിൽ ഇതിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുവരും ചെയ്യും. ഓരോ സാധനങ്ങളും കെക്കുമ്പോൾ അതിലില്ല ചളിയും മണ്ണും കട്ടിയും ഇല്ല പൊയ്ത്ത മണൽ മുഴുവതിലാണെന്ന് വെച്ച് തോന്നുന്നത്. ഇങ്ങോട്ടൊന്ന് നോക്കാണേ. പൊയ്ത്ത മണൽ എന്ന് ഞാൻ പറയണത് വെറുതെ നല്ല മക്കളെ, ഇത് കെഗണിയിൽ മുഴുവുണ്ട് ഈ ഒരു സൈസ് മണ്ണ്. ഇങ്ങോട്ടൊന്ന് നോക്കാണേ. ഇതന്നെ എല്ലാ ധാന്യത്തിലും ഇതുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കൂട്ടാണോ എന്താണെന്ന് അറിയില്ല. കൂട്ടാണെങ്കിൽ പിന്നെ കല്ലും മണ്ണൊക്കെ കൂട്ടുമ്പോൾ കനം തൂങ്ങുമല്ലോ, അതാണോന്നും അറിയില്ല. ഏതായാലും കിടക്കട്ടെ. പിന്നല്ല അടുത്ത പരിപാടി ഇതാ ഉള്ളി തൊലിച്ചലാണ് കേട്ടോ. ചെറിയ ഉള്ളി, വെളുത്തുള്ളി. കുഞ്ഞാവക്കട് പണി കൊടുത്തിക്കാണ്. ഓന് വെറുതെ നല്ല ഓൻ ഇവിടെ എല്ലാ കടാൾക്കൂടിയും കടയിൽ പണിക്ക് നിൽക്കട്ടെ എന്ന് ചെന്ന് ചോദിക്കണം കേട്ടോ. ഈ ബാലവേല എന്ന് വിചാരിച്ചു കണ്ട് ആരും പണിക്ക് നിർത്തണമില്ല. ഓനാണെങ്കിലോ എല്ലാ മെഡിക്കൽ സ്റ്റോറിൽ വരെ പണി ചോദിച്ചിരിക്കണം. അപ്പോൾ ഓനൊരു പണി കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഉള്ളി തൊലിക്കുക, വെളുത്തുള്ളി തൊലിക്കണ ചടങ്ങ് ഓനാണ് കൊടുത്തിക്കാണ്. ഇനിയിപ്പോൾ നമ്മളെ ആട്ടിലേഹത്തിന് മെയിനായിട്ട് വേണ്ടത് ആടാണ്. ആ ആടിന് എല്ലാ ഭാഗങ്ങളും അതിൻ്റെ കജ്ജും കാലും എല്ലും ഊരിയും ഭാര്യയിലും നട്ടലും പറഞ്ഞിട്ട് അതിൻ്റെ എല്ലുകളൊക്കെ എടുത്തുങ്ങാണ്ട് അതിലാണ് കേട്ടോ നമ്മൾ സൂപ്പ് വെക്കണത്. ആ സൂപ്പിനുള്ള കഷ്ണങ്ങളാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇത് കഗ്ഗിയെന്നാക്കിങ്ങാണ്ട് ഇനി അടുപ്പത്ത് വെക്കട്ടെ കേട്ടോ. അപ്പോൾ ആ സംഭവം അവിടെ അടുപ്പത്ത് കുടുക്കിയിലേക്കണ്. അതുകൊണ്ട് ഇവിടെ തിരിച്ചും കത്തിച്ച് വെച്ചിരിക്കണു. അപ്പോൾ അതവിടെ കത്തി തിളച്ച് വേവട്ടെ. അതിൻ്റെ നണവും എല്ലുന്ന് എല്ലാ ഭാഗങ്ങളും ആ വെള്ളത്തേക്ക് വരട്ടെ. എന്നിട്ട് ആ സൂപ്പിലാണ് കേട്ടോ നമ്മൾ ലേഖം തയ്യാറാക്കണേ. നമ്മളെ ലേഖം തയ്യാറായിക്കണു. അപ്പോൾ ആവശ്യക്കാർ വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്യാൻ താത്താന്ന് പറഞ്ഞിനു. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ടില്ല ലെങ്ത്ത് വീഡിയോയിലിടും. വേഗം വേണ്ടവർ ഓർഡർ ചെയ്തോളിയും. പിന്നെ വാട്സപ്പിൽ വന്നോളിയും കേട്ടോ. വേഗം ഓർഡർ ആക്കിക്കോളിയും. നിങ്ങൾക്കുള്ള സാധനം റെഡിയാണ്. അപ്പോൾ ഈ വീഡിയോൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇതിൽ ഇനി സാധനങ്ങൾ ഉൾപ്പെടുത്തിയതും ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ അടുത്ത വീഡിയോസായിട്ട് വരണ്ട്. ഇനി നമ്മളെ ലേഖത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മളെ മലപ്പുറം കിച്ചൻ്റെ ഷോർട്ട് ഭാഗത്തിലും ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. പിന്നെ ഇതിൽ ഒരുപാട് നല്ല നല്ല സാധനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം. നമ്മളെ ആരോഗ്യത്തിനും നമ്മളെ ശരീരത്തിൻ്റെ ഹെൽത്തിനും എല്ലിനും മുള്ളിനൊക്കെ ഒരു ബലം കിട്ടാനും നാടിക്കും നരമ്പിനൊക്കെ ഒരു ബലം കിട്ടാനും അതേപോലെ തന്നെ പ്രസവിച്ച് കിടക്കുന്നവർക്ക് പാലുണ്ടാവാനും ജിമ്മിന് പോകുന്നവർക്ക് ശക്തി ഉണ്ടാവാനും ഒക്കെ പറ്റിയ സാധനങ്ങളുണ്ട്. പിന്നെ നമ്മൾ രക്തക്കുറവിനും അതേമാതിരി ആണുങ്ങൾക്കില്ലേ ദാമ്പത്യത്തിൽ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഏറ്റവും നല്ല സാധനങ്ങളാണ് കേട്ടോ ഇതിലടങ്ങിയിട്ടുള്ളത്. അപ്പോൾ വേഗം ഓർഡർ ചെയ്തോളി.